ഞാനിപ്പോൾ ഉള്ളത് പരിശുദ്ധ പിതാവിനെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ജമലി ഹോസ്പിറ്റലിലാണ്. ഇപ്പം കിട്ടുന്ന നമുക്ക് വാർത്ത അനുസരിച്ച് പരിശുദ്ധ പിതാവ് മരുന്നുകളോട് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ശാന്തമായിട്ട് ഉറങ്ങിയതായിട്ടും ഹോസ്പിറ്റലിലെ ഔദ്യോഗിക വൃത്തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രധാന വാർത്ത എന്ന് പറയുന്നത് സാധാരണ എല്ലാ ഞായറാഴ്ചകളിലും 12 മണിക്ക് നടത്തുന്ന ആഞ്ചലസ് പ്രാർത്ഥന നാളെ മാർപ്പാപ്പ നടത്തിയില്ല എന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയോടനുബന്ധിച്ചുള്ള മാർപ്പാപ്പയുടെ സന്ദേശം മാർപ്പാപ്പ എഴുതി അത് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം നടത്തിയ പത്രക്കുറിപ്പിൽ മാർപ്പാപ്പയുടെ ആരോഗ്യനിലയെക്കുറിച്ച് വ്യക്തമായിട്ട് മാർപ്പാപ്പയുടെ മെഡിക്കൽ ടീമിൻ്റെ ഹെഡായ ഡോക്ടർ സെർജിയോ അൽഫിയേരി വ്യക്തമായിട്ട് പറയുകയുണ്ടായിട്ടുണ്ട്. അതായത് 2 വാതിലുകളും തുറന്നു കിടക്കുകയാണെന്നാണ് ഡോക്ടർ പറയുന്നത്. മാർപ്പാപ്പ ബെറ്ററായിട്ട് നല്ല നിലയ്ക്ക് തിരിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബൈലാറ്ററൽ ന്യൂമോണിയ ബാധിച്ച മാർപ്പാപ്പയുടെ ലങ്സിന് ഇൻഫെക്ഷൻ വഷളാവുകയാണെങ്കിൽ ഒരുപക്ഷെ അത് സെപ്സിയിലേക്ക് എത്തിച്ചേരാമെന്നും അവർ പറയുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി ഡോക്ടർ അൽഫിയോസ് പറയുന്നുണ്ട് മാർപ്പാപ്പ എത്രയും പെട്ടെന്ന് തൻ്റെ പേപ്പൽ വസതിയായ വത്തിക്കാനിലെ സാന്തമാർത്തയിലേക്ക് തിരിച്ചു വരുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വഴി നിമിഷത്തിൽ പരിശുദ്ധ പിതാവിനോടുള്ള പ്രാർത്ഥനകൾ നമുക്ക് തുടർന്നും ഉയർത്താം. ഗുഡ്നസ് ചാനലിന് വേണ്ടി റോമിൽ നിന്നും ഫാദർ ജോജി പോൾ കളരിക്കൽ.